വിമതശല്യം നേരിടുന്ന പ്രമുഖരിൽ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ആദികടലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന റിജിലിന് മുസ്ലിം ലീഗിലെ വി മുഹമ്മദ് അലിയാണ് വിമതനായി രംഗത്തുള്ളത്. രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് സ്ഥാനാർത്ഥിത്വമെന്ന് വി മുഹമ്മദ് അലി പറയുന്നു. എല്ലാ കള്ളപ്രചാരണങ്ങളെയും ജനങ്ങൾ തള്ളുമെന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റായ കണ്ണൂർ കോർപ്പറേഷനിലെ ആദികടലായി ഡിവിഷൻ പിടിക്കാൻ UDF നിയോഗിച്ചത് റിജിൽ മാക്കുറ്റിയെ. ആദികടലായി ഡിവിഷൻ നേരത്തെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ വാരം ഡിവിഷൻ വെച്ചുമാറിയതോടെ ലീഗ് സമ്മർദ്ദം അവസാനിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് വി മുഹമ്മദ് അലി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. റിജിൽ മാക്കുറ്റിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ വിമതനെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വം കാര്യമായി ശ്രമിച്ചു. എന്നാൽ വി മുഹമ്മദ് അലി വഴങ്ങിയില്ല. UDFന്റെ നേതൃത്വത്തിനോടും അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോടും കടലായി ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു തീരുമാനമായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളെ ജില്ലാ നേതൃത്വം പറഞ്ഞു വിശ്വസിപ്പിക്കുകയും അവസാന നേരം ഈ വാരം സീറ്റ് കിട്ടിയതിനോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിപ്പിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ പാർട്ടി പ്രവർത്തകന്മാരെ വികാരം കൂടിയിട്ട് ഞങ്ങളെ നേതൃത്വം കണക്കിലെടുക്കണമല്ലോ. അതെടുക്കാത്തതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വം തനിക്കൊപ്പമാണെന്നും എല്ലാ കുപ്രചാരണങ്ങളും ജനങ്ങൾ തള്ളുമെന്നും റിജിൽ മാക്കുറ്റി. ആരെങ്കിലും ഏതെങ്കിലും സ്വാധീനത്തിൻ്റെ പേരിൽ അവിടെ വിറവലായി മത്സരിച്ചതുകൊണ്ടൊന്നും ആദികടലായിലെ ജനത അത് അംഗീകരിക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങളാണ് എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ലീഗ് നേതാക്കന്മാരെല്ലാം ഇവിടെയുള്ളത്. നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. LDFനായി CPIയുടെ MK ഷാജിയാണ് മത്സരിക്കുന്നത്. സായു GUK ആണ് BJP സ്ഥാനാർത്ഥി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.